സിദ്ദിഖ് ഇപ്പോഴും മുങ്ങി നടക്കുകയാണ്. ഇങ്ങനെ വളച്ചുകെട്ടി പറഞ്ഞാൽ മനസ്സിലാവാൻ ഞാൻ ബുദ്ധിജീവിയൊന്നുമല്ല. നീ കാര്യം പറ. ഇതിന്റെ പലരും ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സിദ്ദിഖ് മുൻപ് അയച്ച ഒരു വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ആ ഒരു ചാറ്റിന്റെ ഭാഗമാണ് ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എവിടെയാണ് നീ? അന്ന് മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അപ്പൊ തട്ടിപ്പാണല്ലേ നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എനിക്ക് പുതിയ റീൽസ് ഒക്കെ അയച്ചു തരണേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അഭിപ്രായം ഹായ് മോളെ എന്ന് വിളിച്ചോണ്ടാണ് അണ്ണൻ തുടങ്ങുന്നത്. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഈ മോളെ വെളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എപ്പോഴും നിർത്തുന്നു വിചാരിക്കടാ, പക്ഷെ ആ കുട്ടീനെ കർമ്മ പിന്നെ തുടങ്ങും. എത്ര റീൽസ് വേണം? എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരണേ. ഇങ്ങോട്ട് നോക്കി ഹായ് മോളെ എന്നൊക്കെ വെച്ചിട്ടാണ്. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ ഇത്? എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇത് 2021 ഒക്ടോബർ 5 വന്ന സാധനമാണ്. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. പുള്ളി ഇപ്പോഴും സ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല. നീ വിചാരിച്ചത് മറ്റേ 10 കൊല്ലം മുമ്പുള്ള കേസാണ്. ഇപ്പൊ നന്നായി കാണുന്നു. എവിടുന്ന് ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും പുള്ളി പിടിച്ചേക്കുന്നത്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാ. റീൽസ് ഒക്കെ അയച്ചു തരണേ. എന്നിട്ട് റീൽസ് അയച്ചു കൊടുക്കുമ്പോ അതിനകത്തൂടെ പരിപാടി നടത്താനുള്ള പരിപാടിയാണ്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. That famous actor one asked me, നീ എന്താ ഫിലിമിൽ ട്രൈ ചെയ്യാത്തത്? നീ എറണാകുളം വാ, നിനക്ക് ഞാൻ ഒരു റോള് സെറ്റാക്കി തരാം. പുള്ളി എല്ലാരെയും ഈ മോളെ വിളിച്ചാണ് തുടങ്ങുന്നത്. അപ്പൊ ഇക്ക് ആരെടുത്തെങ്കിലും ഈ മോളെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോണം ഇവ മറ്റേ പരിപാടിക്കാ നിൽക്കുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.